അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പണ്ട് ചായക്കടയിലും ബേക്കറികളിലൊക്കെ കിട്ടുന്ന വെട്ട് കേക്കാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഇത് വളരെ കുറവാണ് കാണുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണിൻ്റെ ഒരു 3/4 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കപ്പിന് 2 ടേബിൾ സ്പൂൺ റവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ റവ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ വേണ്ടത് ഒരു പാത്രത്തിൽ 2 മുട്ട എടുക്കുക. പിന്നെ നമ്മളതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, അത് 1/4 കപ്പ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ 1 കപ്പ് ചേർക്കാം. പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ എണ്ണോളം നമ്മൾ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ മുട്ടയുടെ അളവ് നമ്മൾ ഈ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഈ മുട്ട വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വാനില എസൻസും ഏലക്ക പൗഡറൊക്കെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മുട്ടേൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ നനവിൽ വ്യത്യാസം വരികയാണെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നിങ്ങൾ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ എനിക്കിത് പാലൊഴിക്കേണ്ട വന്നില്ല. ഈ 2 മുട്ട കൊണ്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായി കുഴച്ചിട്ട് ഒരു നനഞ്ഞ ടവൽ വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. കുറച്ച് ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു പലകയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒരു 1/2 ഇഞ്ച് കനത്തില്ലെങ്കിലും നമ്മളൊരു തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനിത് ചെറിയതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം വരുത്തിയെടുക്കാം. അപ്പം ഞാനിത് കനമായാലും വലിപ്പമായാലും ഞാനൊരു ചെറിയ 1/2 ഇഞ്ച് കനത്തിലാണ് തിക്നെസ്സിലാണ് പരത്തിയിട്ടുള്ളതും. പിന്നെ വലിപ്പമാണെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിപ്പമൊക്കെ ഇപ്പം നമ്മളെന്താ വെച്ചാൽ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെച്ചാൽ ഇത് എണ്ണയിൽ മുങ്ങിക്കെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറുതാക്കിയിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിപ്പം വരുത്തണമെന്നുണ്ടെങ്കിൽ വലിപ്പത്തിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല വലിപ്പത്തിൽ കടയിലൊക്കെ കിട്ടുമ്പോൾ നല്ല വലിപ്പത്തിൽ കിട്ടും. ഇതേപോലെ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ 2 അരികും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊളിച്ചു കൊടുക്കുക, 2ആയിട്ടൊന്ന് പൊളിച്ചു കൊടുക്കുക, എന്നാലേ അത് വിടർന്ന് കിട്ടുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെറിയതൊക്കെ അങ്ങനെ തന്നെ ഇടുകയാണ്, കട്ട് ചെയ്യാണ്ടൊക്കെ അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ക്രോസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കൈ വെച്ചൊന്ന് പിളർത്തിയിട്ട് കൊടുക്കുക, ഇങ്ങനെ പൊളിച്ചു കൊടുക്കുക, എന്നാലേ അത് ശരിക്കും ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ വരുള്ളൂ. അപ്പം ഞാൻ ചെറിയ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്ര എല്ലാം ഒന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. കുഴയ്ക്കുമ്പോൾ യെല്ലോ കളർ ആഡ് ചെയ്താൽ നല്ലൊരു മഞ്ഞ കളറ് കിട്ടും. ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കളറ് മാറും, ഉള്ളു വേവില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുറേ നേരം ഒന്ന് ഇടുമ്പോൾ തന്നെ നമ്മളിതൊന്ന് വീർത്ത് വരും, ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ ആ ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്തിട്ട് നമ്മളിത് കോരിയെടുക്കണം. ഇപ്പം നമുക്കിത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമ്മൾക്കിത് കോരി മാറ്റാം. അതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് വരഞ്ഞു കൊടുത്താൽ ഇതുപോലെ 2ആയി ഇങ്ങനെ അകന്ന് നിൽക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ക്രോസായി കട്ട് ചെയ്ത പൂ പോലെ കിട്ടും. ഞാനിപ്പോൾ ചെറുതൊക്കെ ആയതുകൊണ്ട് എല്ലാം ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു 2 മാസത്തോളമൊക്കെ കേടുകൂടാതിരിക്കുകയും ചെയ്യും കേട്ടോ. എടുത്ത് ഉണ്ടാക്കി ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.